السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ما يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമ് എന്നുള്ള ഗ്രന്ഥമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫളായിലുൽ ഇൽമിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമിൻ്റെ ചില ഫളായിലുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 10 ഫളായിലുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. മൊത്തം 13 കാര്യങ്ങളാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമിൻ്റെ ഫളായിലുകളിൽപ്പെട്ട 13 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. അതിൽ 10 വിശദീകരിച്ചു. ഇനി 11ാമത്തത് നോക്കിക്കോ. 10ാമത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവന് മതത്തിൽ അറിവ് നൽകുക എന്നുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ള ഫിഖ്ഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കേവലം കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിക്കൽ മാത്രമല്ല, മറിച്ച് ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ ദീനിന്റെ ഉസൂലുകൾ, ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ. ആ ഇൽമു ഒരാൾക്ക് ലഭിച്ചാൽ അള്ളാഹു അയാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒന്ന്, ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ദീർഘമായി പറഞ്ഞിട്ടുള്ള അതിന്റെ അവസാന ഭാഗം, അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവിൽ പറഞ്ഞിട്ടുള്ള അതിന്റെ അവസാന ഭാഗം അദ്ദേഹം പറഞ്ഞു. ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയാണ്, അതുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അതേപോലെ തന്നെ അതനുസരിച്ചിട്ട് അമൽ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഫമൻ അറളൻ ഹാദൈനിൽ അസ്ലൈനി, ഈ 2 അസ്ലുകളെ ആരെങ്കിലും അവഗണിച്ചാൽ, അതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ഖുർആനും സുന്നത്തും പഠിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, വഗഫല അൻഹുമ, ആ 2 കാര്യത്തിലും ഒരാൾ അശ്രദ്ധനായാൽ, ഫദാലിക ദലീലുൻ, അത് തെളിവാണ്, വഅലാമത്തുൻ, അത് അടയാളമാണ്, അല അന്നല്ലാഹു സുബ്ഹാനഹു ലം യരിദ് ബിഹി ഖൈറ, അല്ലാഹു അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്, അലാമത്താണ് അത് രണ്ടും. ഖുർആനിനെയും സുന്നത്തിനെയും അവഗണിക്കുക എന്നുള്ളത് അതിന്റെ അലാമത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വദാലിക അലാമത്തുൽ ഹലാക്കി വത്തിമാർ, ഒരു മനുഷ്യൻ നശിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണത്. നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരാൾ നശിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾക്ക് വേണോ, അതിന്റെ അടയാളം നിങ്ങൾക്ക് വേണോ? ഇതാണ് അതിന്റെ അടയാളം. അയാൾ ഖുർആനിനെയും സുന്നത്തിനെയും അവഗണിക്കുന്നു എന്നുള്ളതാണ്, അത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ അലാമത്ത് ഫസാദിൽ ഖൽബി വൻഹറാഫിഹി അൽ ഹുദ, ഒരാളുടെ ഹൃദയം നശിച്ചിരിക്കുന്നു, ഫസാദിലായി തീർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളവും അതാണ്. ഒരാൾ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു, നേരായ മാർഗത്തിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെയും അലാമത്താണത്. 3 അലാമത്തുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഇത് 2നെയും അവഗണിക്കുക എന്നുള്ളത് ഒരാൾ നശിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രണ്ടാമത്, അയാളുടെ ഹൃദയം ഫസാദിലായി തീർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. മൂന്നാമത്, നേരായ മാർഗത്തിൽ നിന്നും അയാൾ തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒരുപാട് പ്രധാനപ്പെട്ട ഷറഹുകൾ അതിൽ വന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഈ കാര്യം ഇവിടെ മനസ്സിലാക്കണം. 11ാമത്തത് ഇൽമിന്റെ ഫളായിലുകളിൽപ്പെട്ട 11ാമത്തെ ഫള്, അന്നൽ ഇൽമ നൂറുൻ യസ്തദിഉ ബിഹി അൽ അബ്ദ്, ഇൽമ് എന്നുള്ളത് വെളിച്ചമാണ്. ഒരടിമ തന്റെ ജീവിതത്തിൽ വെളിച്ചം കണ്ടെത്തുന്നത് ആ ഇൽമിലൂടെയാണ്. ഫയഅരിഫു കൈഫ യഅബുദു റബ്ബഹു,
ആ ഇൽമു കൊണ്ട് തന്റെ റബ്ബിനെ എങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത് എന്നുള്ളത് അവൻ അറിയുന്നു. അപ്പൊ തന്റെ റബ്ബിനെ എങ്ങനെ ഇബാദത്ത് എടുക്കണം അതറിയണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. വകൈഫ യുആമിലു ഇബാദഹു, നമുക്ക് രണ്ട് ബാധ്യതകളാണ്. ഒന്ന് സൃഷ്ടാവിനോടുള്ള ബാധ്യത, അതറിയണമെങ്കിൽ ഇത് രണ്ടും പഠിക്കണം. രണ്ടാമത്തത് ഇബാദ്, സൃഷ്ടികളോടുള്ള ബാധ്യത, അവരോടുള്ള മുആമലത്ത്, പെരുമാറ്റം, ഇടപാടുകൾ, അതെങ്ങനെയാണ് അതറിയണമെങ്കിൽ എന്ത് വേണം? ഖുർആനും സുന്നത്തും പഠിക്കണം. അപ്പോൾ ഇൽമു അവന്റെ ജീവിതത്തിൽ വെളിച്ചമാണ്. അങ്ങനെ ഫതകൂനു ബസീറത്തുഹു ഫീ ദാലിക അലാ ഇൽമിൻ വ ബസീറത്തിൻ, അങ്ങനെ ഇത് രണ്ടും പഠിച്ചാൽ എന്താവും? അവന്റെ ജീവിതം ഇൽമിന്റെ അടിസ്ഥാനത്തിലാകും, ബസീറത്തിന്റെ അടിസ്ഥാനത്തിലാകും. വ്യക്തമായ അറിവോട് കൂടിയിട്ട്, ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് സാധിക്കും. അപ്പൊ അതിനെന്ത് വേണം? ഇൽമു വേണമെന്നർത്ഥം. അത് അവന്റെ ജീവിതത്തിൽ വെളിച്ചമാണ്. ഇത് പറയാനൊരു കാരണം എന്താ വെച്ചാല്, നമ്മളെ ഏതെങ്കിലും ഒരു മസ്അല പഠിക്കലപ്പോഴാണ് നമുക്കത് ആവശ്യമുണ്ട് എന്നുള്ളത് തോന്നുമ്പോൾ മാത്രം. അതല്ല യഥാർത്ഥത്തിൽ ദീനീ പഠനം എന്നുള്ളത് അതല്ല. നമ്മളൊരു വിഷയത്തെ കുറിച്ച് പഠിക്കല്, അത് അഖീദയാകട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും പഠിക്കുന്നത്. അതല്ല യഥാർത്ഥത്തിൽ അറിയുക. നമ്മൾ വുളു എടുക്കുന്നത് കാണുമ്പോൾ ഒരാൾ പറഞ്ഞു അത് അങ്ങനെയല്ല കേട്ടോ, ആ സന്ദർഭത്തിലാണ് നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെയല്ല കേട്ടോ, സുജൂദിൽ കൈകൾ വെക്കേണ്ടത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിൽ മാത്രമല്ല ഇത് പഠിക്കേണ്ടത്. ഇൽമു എന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതെന്താണ്? അവന് വെളിച്ചാണ്. അതാണ് 11ാമത്തത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു വെളിച്ചാണ് ഇൽമു എന്നുള്ളത്. 12ാമത്തത് അന്നൽ ആലിമ നൂറുൻ യഹ്തദി ബിഹി നാസു ഫീ ഉമൂരി ദീനിഹിം വ ദുനിയാഹിം, ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ കൊണ്ടാണ് ജനങ്ങൾ അവരുടെ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും നേർവഴി കാണിക്കുന്നത്. അവർക്ക് വെളിച്ചം നൽകുന്നത് ആരാണ്? ആലിമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ആലിമാണ് ജനങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്. ആ ആലിം ഒരു നൂറാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. അത് അവരുടെ ദീനിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദുനിയാവിന്റെ കാര്യത്തിലും ആ ആലിം അവർക്ക് മാർഗനിർദ്ദേശം നൽകും. അങ്ങനെയുള്ള ഒരു നൂറാണ് ഒരു ആലിം. എന്നിട്ട് അദ്ദേഹം അതിനൊരു തെളിവ് കൊണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന കാര്യത്തിന് ദലീല് വേണമല്ലോ. അവരുടെ ദീനിന്റെ കാര്യത്തിലും അവരുടെ ദുനിയാവിന്റെ കാര്യത്തിലും നൂറാണ്. അവർക്ക് വഴി കാണിക്കുന്നത് ആരാണ്? ഉലമാക്കളാണ്, പണ്ഡിതനാണ്. അത് ഇൽമിന്റെ ഒരു മഹത്വമാണ്. അതിന് തെളിവ് അദ്ദേഹം കൊണ്ടുവന്നത് വലാ യഖ്ഫ അലാ കസീരിൻ മിന്നാ ഖിസ്സത്തു റജുലി, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇതും അദ്ദേഹം ആ ഹദീസ് കൊണ്ടുവന്നിട്ടില്ല. ആ ഹദീസിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹം എടുത്തു കൊടുത്തിക്കുക. ഏതാണ്? അല്ലദി മിൻ ബനി ഇസ്രായേല, ഇസ്രായേലിൽപ്പെട്ട ആ റജുലിന്റെ കിസ്സ എന്നുള്ളതാണ്. ഏതാണ്? ഹൈസു ഖതല 99 നഫ്സൻ, 99 ആളെ കൊന്ന ചരിത്രം ഉണ്ടല്ലോ, വളരെ പ്രസിദ്ധമാണ്. ഫസാല, എന്താണ് അതിലുള്ളത്? അൻ അലമി അഹില്ല, ഈ 99 ആളെ കൊന്ന ആള് ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോ ദുല്ലാല റജുലിൻ ആബിദിൻ, അങ്ങനെ ഒരു ആബിദിനെയാണ് അയാൾക്ക് അറിയിച്ചു കൊടുത്തത്. ആബിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എടുക്കുന്ന ആള്. ഫസഅലഹു ഹല്ലഹു മിൻ തൗബ, അങ്ങനെ ആബിദിനോട് ചോദിച്ചു. അയാള് 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബ ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ഫകാനൽ ആബിദ് ഇസ്തഅലമൽ അംറ ഫഖാല, കാരണം 99 ആളെ കൊന്നതാണല്ലോ. അപ്പോ ആബിദിന് അതൊരു വലിയ തെറ്റായിട്ട് തോന്നി. അയാൾ പറഞ്ഞു ഇല്ല, എനിക്ക് തൗബ അല്ല എന്ന് പറഞ്ഞു. ഫഖതലഹു ഫഅതമ ബി അൽമിയ, അങ്ങനെ ആ ഫത്വ കൊടുത്ത ആബിദിനെ കൊന്നു. എന്നിട്ട് സെഞ്ചുറി തികച്ചു, 100 തികച്ചു. സുമ്മ ദഹബ ഇല ആലിമിൻ ഫസാല, പിന്നീട് അതിനുശേഷം 100ാമത്തെ തികച്ചതിന് ശേഷം അയാൾ എന്ത് ചെയ്തു? പിന്നെ ഒരു ആലിമിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആലിമിനോട് ചോദിച്ചു. ഫഅഖ്ബറഹു അന്നഹു ലഹു തൗബ വ അന്നഹു ലാ ശൈഅ യഹൂലു ബൈനഹു വ ബൈന തൗബ സുമ്മ ദല്ലഹു അലാ ബലദിൻ അഹ്ലുഹു സ്വാലിഹൂൻ ലിയഖ്റുജ ഇലൈഹ. ആലിം എന്ത് പറഞ്ഞു? നിനക്ക് തൗബ ഉണ്ടെന്ന് പറഞ്ഞു, എന്നാൽ ഈ നാട്ടിൽ നിൽക്കരുത്, നീ മറ്റൊരു നാട്ടിലേക്ക് പോകണം, അവിടെ നല്ല മനുഷ്യന്മാരുണ്ട്. അങ്ങനെ അദ്ദേഹം ആ നാട്ടിലേക്ക് പോയി. ഫഖറജ ഫഅതാഹുൽ മൗതു ഫി അസ്നാഇ ത്വരീഖി, ആ നാട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വഴി വെച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു. എന്നിട്ട് ഇബ്നു സമീം പറയണ വൽ ഖിസ്സത്തു മഷ്ഹൂറ, ഈ ഖിസ്സ വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്ര സംഭവമാണ്. അതിന്റെ തഹീജാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു സമീം പറയണം ഫൽദുരിൽ ഫൗഖ ബൈനൽ ആലിമി വൽ ജാഹിലി, ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ഇവിടെ ജാഹിലും ആബിദും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയൊരു സംഗതിയാണ്. ഇവിടെ ഇതിന്റെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് റാഹിബും മിൻ ബനി ഇസ്രായേല എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിൽപ്പെട്ട ഒരു റാഹിബ്, അതായത് ആബിദ്. ഒന്ന് ആബിദാണ്, മറ്റൊന്ന് ആലിമാണ്. രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ആബിദ് ജഹിലുള്ള ആളാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇവിടെ ആളുകൾ മതവിധി ചോദിക്കുന്നതിൽ വരുത്തുന്ന വലിയൊരു അബദ്ധമുണ്ട്. നല്ല ആബിദായിരിക്കും,
നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പൊൽക്കുണ്ടാവും, പിന്നെ നോമ്പൊൽക്കുണ്ടാവും, ഇസ്ലാമികമായ മര്യാദകളൊക്കെ ആദാബുകളൊക്കെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ അയാൾ ആലിമായിക്കൊള്ളണമെന്നില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്തരത്തിലുള്ള ആബിദീങ്ങൾ ചിലപ്പോൾ എന്തുണ്ടാക്കും, ഫിത്തനകൾ ഉണ്ടാക്കും. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ചിലപ്പോൾ ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ പല പള്ളികളിലും ദർസുകൾ നടക്കും, പല ക്ലാസ്സുകൾ നടക്കും, പല വിഭാഗത്തിന്റെ ആളുകളുടെ ദർസുകൾ ഉണ്ടാകും. നല്ല താടി ഉണ്ടാകും, നല്ല ഈണത്തിൽ വയത് പറയും, നല്ല ആബിദായിരിക്കും, അവരുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടോ, നമ്മളവർ മോശമാണെന്നൊന്നും പറയുന്നില്ല, കൃത്യം നമസ്കരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള നല്ല മനുഷ്യന്മാരായിരിക്കും, ആബിദീങ്ങളായിരിക്കും. എന്നിട്ട് അവരോട് പോയിട്ട് ഫത്വ ചോദിച്ചിട്ട് ഫിത്തനയിലാക്കപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ താടിന്റെ നീളം കണ്ടിട്ടല്ല ഫത്വ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, അയാൾക്ക് സുന്നത്ത് നോമ്പുണ്ടാവും, നല്ല മുത്തക്കിയായിരിക്കും, നമ്മൾ അതിലൊന്നും അയാളെ കുറ്റം പറയണില്ല. ഇങ്ങനെയുള്ള ആളുകളോടല്ല ഫത്വ ചോദിക്കേണ്ടത്. അയാൾക്ക് ഇൽമുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് ആളുകൾക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ്. ഇങ്ങനെ പല ആളുകളും ഫിത്തനയിൽ പെട്ടിട്ടുണ്ട്. ചില ആളുകൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ദർസ് കഴിഞ്ഞതിന് ശേഷം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും കണ്ടാൽ അവരോട് പോയിട്ട് ഫത്വ ചോദിക്കും. തൊപ്പി വെച്ചിട്ടുണ്ടാകും, നിര്യാണിക്ക് മുകളിൽ ഡ്രസ്സായിരിക്കും, നല്ല ഇസ്ലാമികമായിട്ടുള്ള വേഷമായിരിക്കും. അത് ആലിമാണെന്നുള്ളത് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് അവരോട് മതവിധികൾ ചോദിക്കും, അവരോട് സംശയങ്ങൾ തീർത്തിട്ട് അതിൽ പെട്ടിട്ട് ഫിത്തനയിലാകപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ആലിമ ആരാണ്, ആബിദ് ആരാണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് നമുക്കൊരു ഫിത്തനയായിരിക്കും. ഫത്വ ചോദിക്കേണ്ടത്, നമ്മളൊരു കാര്യം പഠിക്കേണ്ടത് അത് ഇൽമുള്ള ആളുകളോട് ചോദിച്ചിട്ടായിരിക്കും. ഇത് പല ആളുകൾക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ ഖത്തറിലാണെങ്കിലും സൗദിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും താടി കണ്ടിട്ടല്ല ഒരാളോട് ഫത്വ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ ഇബാദത്ത് കണ്ടിട്ടല്ല ഫത്വ ചോദിക്കേണ്ടത്. അപ്പൊ ഇതിലെന്താണ്, ഇയാൾ ആബിദാണല്ലോ. പക്ഷെ അയാൾ പറഞ്ഞത് എന്താ, തൗബല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് രണ്ടാൾക്കാരുടെ ജീവൻ പോയി. അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്താ, ഫിത്തന എന്താ, ചോദിച്ച ആള് 100ാമത്തെ ആളെ കൊന്നു. എന്തുകൊണ്ടാ, ഈ പൊട്ടഫത്ത് കൊണ്ട്. ആ ഉത്തരം പറഞ്ഞു കൊടുത്ത ആളുടെ ജീവനും പോയി. എന്തുകൊണ്ടാ, പൊട്ടഫത്ത് പറഞ്ഞു കൊടുത്തു. അയാള് 100ാമതൊരാളെ കൊല്ലാനുള്ള കാരണം എന്താ, ഈ പൊട്ടഫത്ത് വേണം. അയാൾ ആബിദാണ്, അയാളോടല്ലത് ചോദിക്കേണ്ടത്. അയാളുടെ ജീവനും പോയി, ഇയാളെ 100ാമത്തത് തികച്ചും ചെയ്തു. വീണ്ടും വലിയൊരു തെറ്റ് കൂടി ചെയ്തു. ഇതാണ് പ്രശ്നം കേട്ടോ. എന്നാൽ ആലിമിനോട് ചോദിച്ചപ്പോൾ അയാൾ എന്ന് പറഞ്ഞു, തൗബുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് നല്ലൊരു മനുഷ്യനാകാൻ പറ്റി. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും വെളിച്ചം നൽകുന്ന ആൾക്കാരാണ് ആര്, ഉലമാക്കൾ എന്നുള്ളത്. അപ്പൊ ഇത് ഈ ഹദീസിനെ ഷറഹ് ചെയ്തപ്പോ സലഫി പണ്ഡിതന്മാർ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത്, ആലിം ആരാണ്, ആബിദ് ആരാണെന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇതിലുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖവാരിജികൾ. സ്വഹാബത്തിനെ മൊത്തം കാഫിറാക്കി, സ്വഹാബികളെ കൊന്നു. ആ ഖവാരിജികൾക്ക് നോമ്പുണ്ടായിരുന്നു, ഹദീസിനെ കുറിച്ച് പറഞ്ഞു, അവർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ ശരിക്കുള്ള ഇൽമ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. അവർക്ക് ഇബാദത്ത് ഉണ്ടായിരുന്നു, അവർ ആബിദീങ്ങളായിരുന്നു. അത് ഹദീസുകളിൽ വന്നാണ്, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് അവർ ആബിദീങ്ങളായിരുന്നു, പക്ഷെ ഇൽമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ഖണ്ഡനത്തിന് പോയി, വാദപ്രതിവാദത്തിന് പോയി. ഒറ്റടിക്ക് 2000 ആൾക്കാരും പോന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളോട് വാദപ്രതിവാദം നടത്തിയപ്പോൾ വാദപ്രതിവാദം കേട്ടിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതിൻ്റെതായ ചില ഷുറൂത്തുകളും ലവാബിത്തുകളൊക്കെ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളോട് വാദപ്രതിവാദം നടത്തി. ആ ഒരൊറ്റ വാദപ്രതിവാദത്തിൽ അവരുടെ ഓരോ വാദങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഖണ്ഡിച്ചു. അപ്പൊ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് അവരുടെ ആ വാദങ്ങൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖണ്ഡിച്ചു. ഒറ്റടിക്ക് 2000 ആൾക്കാരെ തിരിച്ചു പോന്നു. ബാക്കിയുള്ള ആൾക്കാരോട് അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. അപ്പൊ അവര് ആബിദീങ്ങളായിരുന്നു, പക്ഷെ ഇൽമുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുഫിയാനുൽ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ ആബിദിൽ ജാഹിലി വ ഫിത്നത്തിൽ ആലിമിൽ ഫാജിർ. 2 തരത്തിലുള്ള ഉലമാക്കളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം എന്നാണ് പറഞ്ഞത്. 2 തരത്തിലുള്ള ഉലമാക്കളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. ഒന്ന് ആബിദുൻ ജാഹിലുൻ, മറ്റൊന്ന് ആലിമുൻ ഫാജിർ. അപ്പൊ ഒന്ന് ജാഹിലായിട്ടുള്ള ആബിദാണ്, അയാൾക്ക് ഇബാദത്തുണ്ട് പക്ഷെ ജാഹിലാണ്. രണ്ടാമത്തത് ഇൽമുണ്ട് പക്ഷെ ഫാജിറാണ്, ഒന്നും അമലാക്കണില്ല. തെമ്മാടിയായിട്ടുള്ള പണ്ഡിതനിൽ നിന്നും ജാഹിലായിട്ടുള്ള ആബിദിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. കാരണം ഫൈന ഫിത്നതുഹുമാ ഫിത്നത്തുൽ ലികുല്ലി മഫ്തൂൻ. കാരണം പരീക്ഷിക്കപ്പെടുന്ന ഏതൊരാൾക്കും അവരുടെ ഫിത്ന എന്നുള്ളത് വലിയൊരു ഫിത്ന തന്നെയാണ്. സുഫിയാനുൽ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അതുകൊണ്ട് ജാഹിലായിട്ടുള്ള ആബിദിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം. ഫാജിറായിട്ടുള്ള ജാഹിലായിട്ടുള്ള ആബിദിൽ നിന്നും ഫാജിറായിട്ടുള്ള ആലിമിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റേ സംഭവം നിങ്ങൾക്കറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഒരു യാത്ര പോയി, ഒരാൾക്ക് മുറിവ് പറ്റി തലക്കാണ്, കല്ലുകൊണ്ടതാണ്. അങ്ങനെ അത് പ്രശ്നമായി. അയാൾക്ക് ജനാബത്തുണ്ടായി. ജനാബത്തുണ്ടായ പിന്നെ കുളി നിർബന്ധമായല്ലോ. ഇത് ഹദീസിൽ വന്നതാണ്, സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരോട് അയാൾ ചോദിച്ചു, എനിക്ക് ജനാബത്തുണ്ടായിട്ട് ഞാൻ കുളിക്കണോ? കുളി നിർബന്ധമാണല്ലോ ജനാബത്തുണ്ടായാലേ.
കൂടെയുള്ള ആളുകൾ 10 കൊടുത്തു, അയാൾക്ക് കുളി നിർബന്ധമാണെന്ന് പറഞ്ഞു. എന്തായാലും കുളിക്കണം എന്ന് പറഞ്ഞു. അയാൾ കുളിച്ചു, അയാൾ മരിച്ചു. അയാൾ മരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി വിവരം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ അയാളെ കൊന്നു, അവരെ അള്ളാഹു കൊന്നു കളഞ്ഞിരിക്കുന്നു. അയാളെ അവർ കൊന്നു എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? വിവരമില്ലാതെ 10 കൊടുത്തു, വിവരമില്ലാതെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ജഹിലുണ്ടാക്കുന്ന അപകടം, അയാളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അയാൾക്ക് തേമം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ കുളിക്കൽ നിർബന്ധമാണെന്നുള്ളത് പറഞ്ഞു, അയാൾ കുളിച്ചു, അയാൾ മരിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇതുകൊണ്ടുണ്ടാകും. അത് വലിയ പ്രശ്നമാണ്. എന്നാൽ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾ ദുനിയാവിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും ജനങ്ങൾക്ക് എന്താണ്, ഒരു നൂറാണ്. അപ്പൊ അങ്ങനെയുള്ള ഉദാഹരണങ്ങളിൽ ഇതിൽ തന്നെ വരുന്നുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ദീന് പഠിക്കേണ്ടത് ശരിയായിട്ടുള്ള മൻഹജും ഇൽമുള്ള അഖീദയുള്ള ഉലമാക്കളിൽ നിന്നായിരിക്കണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നല്ല സൗണ്ടായിരിക്കും, നല്ല ബാസൊക്കെ ഉള്ള സൗണ്ടായിരിക്കും. ചില ആളുകൾക്ക് നല്ല ഈണായിരിക്കും, നല്ല ഈണത്തിൽ ആരെയും പിടിച്ചിരുന്ന പ്രസംഗമായിരിക്കും. പെണ്ണുങ്ങൾക്കൊക്കെ ചില പ്രസംഗങ്ങൾ കേട്ടാൽ അയാളെ തന്നെ മതി എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള പ്രസംഗമായിരിക്കും. വാചക സാമർഥ്യം ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾ നല്ല ആബിദീങ്ങളായിരിക്കും, നല്ല ഇബാദത്തുള്ള ആളുകളായിരിക്കും. അതിൻ്റെ അർത്ഥം അവർ മോശക്കാരാണെന്നല്ല, പക്ഷേ ഇൽമില്ലാത്ത ഇബാദത്ത് കൊണ്ട് കാര്യമില്ല. നേരത്തെ ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ അമലില്ലാത്ത ഇൽമ കൊണ്ടും കാര്യമില്ല. രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. 13ാമത്തത്, അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ആളുകൾക്കുള്ള നൂറാണ് ഉലമാക്കൾ, ഇൽമുള്ള ആളുകൾ നടത്തും. 13ാമത്തത്, അന്നല്ലാഹ യർഫഉ അഹ്ലൽ ഇൽമി ഫിൽ ആഖിറ വഫി ദുനിയ, രണ്ട് ലോകത്തും, ആഖിറത്തിന് മാത്രമല്ല ദുനിയാവിലും അള്ളാഹു എന്ത് ചെയ്യും? ഇൽമുള്ള ആളുകളെ ഉയർത്തും. അതിന്റെ ഉദാഹരണങ്ങൾ നേരത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അമ്മാ ഫിൽ ആഖിറ ഫഇന്നല്ലാഹ യർഫഉഹും ദറജാതിൻ ബിഹസബി മാ ഖാമു ബിഹി മിന ദഅവതി ഇലല്ലാഹി വൽ അമലി ബിമാ അലിമു. ആഖിറത്തിൽ എന്ത് ചെയ്യും? അവര് ദഅവത്ത് നടത്തിയതിനനുസരിച്ച്, അവര് നേടിയ ഇൽമിനെ അമലനുസരിച്ച് അവരുടെ പദവികൾ എന്ത് ചെയ്യും? ദർജകൾ അല്ലാഹു ഉയർത്തും. വഫി ദുനിയാ യർഫഉഹുല്ലാഹു ബൈന ഇബാദിഹി ബിഹസബി മാ ഖാമു ബിഹി. അതേപോലെ തന്നെ ദുനിയാവിലാണെങ്കിൽ മനുഷ്യന്മാർക്കിടയിൽ, അവന്റെ അടിമകൾക്കിടയിൽ എന്ത് ചെയ്യും? അവരുടെ പദവികൾ അല്ലാഹു ഉയർത്തും. ഇത് ഇൽമുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു ഫضലാണ്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമ് നിൽക്കേണ്ടത് ആരാണ്? അതേപോലെ തന്നെ പല വിഷയങ്ങളിൽ അവിടെ ഇമാമ് നിൽക്കേണ്ടത് വിവരമുള്ള ആൾക്കാരാണ്, വിവരമുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആഖിറത്തിൽ അള്ളാഹുവിന്റെ പദവികൾ ഉയർത്തും, ദുനിയാവിൽ അവരുടെ പദവികൾ ഉയർത്തും. ഇതിനുള്ള ഒരു ഉദാഹരണമാണ് നാഫിയ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള സംഭവം. നാഫിയ റളിയല്ലാഹു ഒരു മക്കയിലെ ഗവർണറായിരുന്നു ഒരുപാട് ദീർഘകാലം. അങ്ങനെ അദ്ദേഹം ഹജ്ജിന് വന്നപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹുവാണ് അദ്ദേഹത്തെ ഗവർണറായിട്ട് നിശ്ചയിച്ചത്. അത് ഹദീസിൽ അത് വിശദമായിട്ട് വന്നിട്ടുണ്ട്. ഉസ്ഫാൻ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു നാഫിയനോട് ചോദിച്ചു, അല്ല, മക്കത്തെ കാര്യങ്ങളൊക്കെ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? നാഫിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബ്സയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇബ്നു അബ്സ അദ്ദേഹത്തെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്, ഞാൻ തിരിച്ച് ചെല്ലുന്നത് വരേക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് ഇബ്നു അബ്സ, ആരാണ്? അപ്പോൾ നാഫിയ പറഞ്ഞു, റജുലുൻ മിൻ മവാലീന, ഞങ്ങളുടെ മൗലയിൽപ്പെട്ട ഒരാളാണ്, മോചിപ്പിക്കപ്പെട്ട അടിമകളിൽപ്പെട്ട, ഞങ്ങളുടെ അടിമകളിൽപ്പെട്ട മോചിപ്പിക്കപ്പെട്ട അടിമകളിൽപ്പെട്ട ഒരാളാണ് ആര്? ഇബ്നു അബ്സ. അദ്ദേഹത്തെയാണ് അവിടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോന്നിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, റജുലുൻ മിൻ മവാലീന ഫസ്തഖലഫ്ത അലൈഹിം മൗലൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഒരു മൗലയെയാണ് അവിടെ ഗവർണറാക്കി വെച്ചിട്ടുള്ളത്? ഒരു അടിമയായിരുന്ന ഒരാളെയാണ് അവിടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോന്നിട്ടുള്ളത്? അപ്പോൾ നാഫിയ റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്, അദ്ദേഹം അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളാണ്, ഖുർആൻ അറിയുന്ന ആളാണ്. ആലിമുൻ ബിൽ ഫറായിദി, ഫറായിദിനെ കുറിച്ച് അറിയുന്ന ആളാണ്, അനന്തരാവകാശ നിയമങ്ങളെ പറ്റി നല്ല വിവരമുള്ള ആളാണ്. ഖാദിയാണ്. അപ്പൊ നല്ല വിവരമുള്ള ആളാണ് ആര്? ഇബ്നു അബ്സ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ ഉയർത്തും, ചില ആളുകളെ താഴ്ത്തും. ഈ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ, മുജാദിലയിലെ 9ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ ഈ സംഭവം എടുത്തു തിരിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം അടിമയായിരുന്ന, മോചിപ്പിക്കപ്പെട്ട അടിമയായിരുന്ന അദ്ദേഹത്തിന് അവിടെ ഗവർണറാകാനുള്ള യോഗ്യത എന്താ? അള്ളാഹിന്റെ കിതാബ് അറിയാന്നുള്ളതാണ്, ഫറായിദ് അറിയാന്നുള്ളതാണ് അതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞു. ഇസ്രായേലിയർക്ക് തോലൂത്തിനെ രാജാവായിട്ട് നിശ്ചയിച്ചു കൊടുത്തപ്പോൾ അവരതിനെ എതിർത്തു. തോലൂത്തിന് പ്രവാചക പാരമ്പര്യമല്ല, അതേപോലെ തന്നെ സമ്പത്തില്ല, കുടുംബ പാരമ്പര്യമല്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നല്ല ആരോഗ്യമുണ്ട്,
നല്ല ഇൽമുണ്ട്, നിങ്ങളെക്കാൾ ഇൽമുണ്ട്, ആരോഗ്യമുണ്ട്. ഖുർആനിലൊന്ന ചരിത്രമാണ്. അപ്പോൾ ഇതൊക്കെ ദുനിയാവിൽ ഇൽമുള്ള ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഫضലുകളാണ്. നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഉദാഹരണത്തിൽ തന്നെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പോൾ ഇത് ഇൽമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ മൊത്തം 13 ഫളായിലുകളെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു. 13 ഫളായിലുകൾ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് ഇതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി PDF വരുന്നത് അടുത്ത അധ്യായമാണ്. പക്ഷെ കിതാബിൽ വരുന്നത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരവാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കിതാബിലുള്ള ആളുകൾ അത് നോക്കുക. PDF അതില്ല, കിതാബിൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യമൊക്കെ ഇപ്പൊ പറഞ്ഞ ചില വിഷയങ്ങളിൽ അതിന്റെ സൂചനകൾ വന്നിട്ടുണ്ട്. 5ാമത്തെ ചോദ്യം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇൽമു തേടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വേറെ വിഷയങ്ങളല്ല, ഒക്കെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ 5ാമത്തേത് പ്രധാനപ്പെട്ടത് മാത്രം ചോദ്യങ്ങൾ നമ്മൾ വായിക്കാനുള്ളത്, പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകും. അപ്പൊ ഇത് കിതാബിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 5ാമത്തെ ചോദ്യം എന്താണ്? ചോദ്യം പേജ് നമ്പർ 32 നോക്കിക്കോ. അൻ അഹ്മിയത്തിൽ ഇൽമി ശർഈ ബിനിസ്ബത്തിൽ ത്വാലിബിൽ ഇൽമി. ശർഈ ആയിട്ടുള്ള ഇൽമു പഠിക്കുന്നതിന്റെ പ്രാധാന്യം ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ശർഈ ആയിട്ടുള്ള ഇൽമു പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം. വമാഹിയ ത്വരീഖത്തുൽ മുസ്ലിഹ ലി ത്വാലിബിൽ ഇൽമി ശർഈ. ശർഈ ആയിട്ടുള്ള ഇൽമു പഠിക്കുന്നതിന്റെ ഏറ്റവും നല്ല മാർഗം, അത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? 1 അതിന്റെ പ്രാധാന്യം, 2 അത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. വമാദാ യജിബു അലൈഹി ഫി ഹിഫ്ദിൽ ഖുർആനിൽ കരീം. 3ാമത്തേത് ഖുർആൻ ഹിഫ്ളാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? അടുത്തത് വകൈഫ നസ്തതിഉ അൻ നഫ്ഹമൽ അഖീദത്തുൽ ഇസ്ലാമിയ. അഖീദ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഖാസത്തൻ പ്രത്യേകിച്ചും ഇദാ കാന ശഖ്സു വഹീദൻ വലൈസ ലദൈഹി മൻ യുസായിദുഹു അലാ ദാലിക. ഒരാൾ ഒറ്റക്കാണെന്നുള്ളത് വിചാരിക്കുക. അഖീദന്റെ വിഷയത്തിൽ എന്നത് പഠിക്കൽ നിർബന്ധമാണല്ലോ. അവനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അവൻ ഒറ്റക്കാണ് നാട്ടിൽ, അവൻ ചോദിച്ചു പഠിക്കാൻ ആരുമില്ല. അങ്ങനെ ആകുമ്പോൾ അഖീദന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? അതേപോലെ ഫി മസ്അലത്തി സിഫാത്തി വൽ അസ്മായി, അസ്മാ വ സിഫാത്ത്, അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, ഇസ്ലാമിന്റെ അഖീദ. അവനെ ഹെൽപ്പ് ചെയ്യാനത് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവന് ചോദിച്ചു പഠിക്കാൻ ആരുമില്ലാത്തൊരു സന്ദർഭത്തിൽ അവൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? എന്താണ് അവൻ ചെയ്യേണ്ട നിലപാട്? അവന് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ഇതാണ് ചോദ്യം. അതിന് അദ്ദേഹം കൊടുത്തുള്ള ഉത്തരം നോക്കിക്കോ. അജാബ ബി ഖൗലിഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അദ്ദേഹം ഹംദ് പറഞ്ഞു, സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് പറഞ്ഞു ത്വലബുൽ ഇൽമി ശർഈ ഫർദുൻ അലാ കുല്ലി മുസ്ലിമിൻ. ശർഈ ആയിട്ടുള്ള ഇൽമു നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. ലാകിന്നഹു അലാ ഖിസ്മൈനി. പക്ഷെ 2 തരത്തിലുണ്ട് ഇൽമ്. 2 തരത്തിലുണ്ട്. അൽ അവ്വൽ, ഒന്നാമത്തത് ഫർദ് ഐൻ, രണ്ടാമത്തത് ഫർദ് ഐനാണ്. ഓരോ വ്യക്തികൾക്ക് നിർബന്ധമാണ്. അത് നിർബന്ധമാണ് ഓരോരുത്തർക്കും. രണ്ടാമത്തത് ഫർദ് കിഫായ, സാമൂഹ്യ ബാധ്യതയാണ്. സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും അത് ചെയ്താൽ എന്താവും? ബാക്കിയുള്ള ആളുകൾ ആ തെറ്റിൽ നിന്ന് ഒഴിവാകും. എല്ലാവരും അത് ചെയ്യണമെന്നില്ല, അവർക്ക് വേണ്ടി ബാക്കിയുള്ള ആളുകൾ അത് ചെയ്താൽ മതി. അതാണ് ഫർദ് കിഫായ. അപ്പൊ 2 തരത്തിലുള്ള ഇൽമുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു ശർഈ ആയിട്ടുള്ള ഇൽമു പഠിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് ഇൽമിനെ 2ആക്കി തിരിച്ചു. 1 ഫർദ് ഐൻ, രണ്ടാമത്തത് ഫർദ് കിഫായ. 2 തമ്മിലുള്ള വ്യത്യാസം, ഫർദ് ഐന് അത് നിർബന്ധമാണ് ഓരോരുത്തർക്കും പഠിക്കുക എന്നുള്ളത്, ഫർദ് കിഫായ. അമ്മ ഫർദുൽ ഐൻ, എന്നിട്ട് അദ്ദേഹം അതിന്റെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഫയജിബു അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അൻ യതഅല്ലമ മിൻ ശർഇല്ലാഹി മാ യഹ്താജു ഇലാ ഫഹ്മി. അവൻ മനസ്സിലാക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് പിന്നെ അനിവാര്യമാണ്. ഉദാഹരണം, അപ്പൊ മസലൻ ഇദാ കാന ഇൻദഹു മാലുൻ, ഒരാളുടെ സമ്പത്തുണ്ടെന്ന് കരുതുക. ഒരു ഉദാഹരണം പറയാം. സമ്പത്തുണ്ട്. യജിബു അലൈഹി അൻ യതഅല്ലമ മാ ഹിയ അൽ-അംവാലു ലത്തി തജിബു ഫീഹാ സകാത്ത് വമാ മിഖ്ദാറു സകാത്തിൽ വാജിബ വമാ ശുറൂതുഹാ വമൻഹും അൽ മുസ്തഹിഖൂന ലഹാ. ഉണ്ടോ? ഇത് ഫർദ് ഐനാണ്. സമ്പത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിനെ പറ്റി അറിയാന്നുള്ളത് നിർബന്ധമാണ്. അത് സമൂഹത്തിലുള്ള വേറെ ആരെങ്കിലും പഠിച്ചുകൊണ്ട് കാര്യമില്ല, അത് ഫർദ് കിഫായല്ല. അതിന്റെ സക്കാത്ത്, അതിന്റെ കണക്ക് എത്രയാണ്, അതിന്റെ നിസാബ് എത്രയാണ്, അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ ഷർത്തുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഫർദ് ഐനാണ്. അത് നോമ്പാണെങ്കിലും നിസ്കാരാണെങ്കിലും വുദു ആണെങ്കിലും ഇതൊക്കെ ഫർദ് ഐനാണ്. വുദു ആരെങ്കിലും ചെയ്താൽ പോരല്ലോ, ഓരോരുത്തരും ചെയ്യണ്ടേ. നിസ്കാരം എന്നുള്ളത് ആരെങ്കിലും നിർവഹിച്ചാൽ പോരല്ലോ. നോമ്പ് എന്നുള്ളത് ആരെങ്കിലും നോറ്റാൽ പോരല്ലോ, എല്ലാവരും നോക്കണ്ടേ. അത് ഇതൊക്കെ ഫർദ് ഐനാണ്. അവൻ ഉദാഹരണം പറഞ്ഞത് സക്കാത്താണ്. അപ്പൊ അത് അറിയണ്ടേ, ആർക്കാ കൊടുക്കേണ്ടി? ആർക്കെങ്കിലും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റും. അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതിന്റെ കണക്കെന്താണ്? എത്ര ആളുകൾ ഉണ്ടാകുമ്പോഴാ, എത്ര പശുക്കൾ ഉണ്ടാകുമ്പോഴാ, എത്ര പൈസ ഉണ്ടാകുമ്പോഴാ, എത്ര സ്വർണ്ണം ഉണ്ടാകുമ്പോഴാ, അതൊക്കെ ഫർദ് ഐനാണ്. അത് ഉദാഹരണം പറയണം. അല്ലാഹു തആല അലാ ഇൽമിൻ വ ബസീറ. കാരണം ഇൽമോട് കൂടിയിട്ട് ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. കാരണം സക്കാത്ത് ഒരു ആരാധനയുള്ള ആരാധന നിർവഹിക്കണമല്ലോ. അതിനെന്ത് വേണം? ഇൽമു വേണം, ബസീറത്തും വേണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വൈദാ കാന താജിറൻ, ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഫഅലൈഹി അൻ യതഅല്ലമ മിൻ അഹ്കാമി തിജാറത്തിഹി
മാ യസ്തഈനു ബിഹി അലാ തത്ബീഖി തിജാറതി അൽ ഖവായിദി ശർഇയ്യ, ശർഈ ആയിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് അയാൾക്ക് കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കച്ചവടത്തിന്റെ നിയമങ്ങൾ അയാൾ അറിഞ്ഞിരിക്കണം. ഇത് ഫർദ് ഐനാണ് അല്ലോ. അപ്പൊ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് ഷർത്തുകൾ, ഒരുപാട് കാര്യങ്ങൾ. അവിടെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്കേ ഇരുട്ടാവുള്ളൂ. അതെനിക്ക് അറിയില്ല എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പലിശയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യം, രൂപയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഈ പ്രവാസികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലിശ എന്നുള്ളത് പച്ചക്ക് പറയില്ല, അതിന്റെ പേരാണ് മാറ്റുക, ലേബല് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ജോലി നിർത്തി പോകുമ്പോൾ ഒരു 19 ലക്ഷം കിട്ടി, അല്ലെങ്കിൽ കുറച്ച് 25 ലക്ഷം കയ്യിലുണ്ട്, ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ടില്ല. കറക്റ്റ് ഓരോ മാസം ഇത്ര കിട്ടും, കറക്റ്റായിട്ട് ഓരോ മാസം ഇത്ര നമ്മുടെ അക്കൗണ്ടിൽ വരും. ഇപ്പോൾ പലിശന്റെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ പേര് മാറ്റിയിട്ട് പല പേരും പറയും. അത് ഫായിദ, പലിശല്ല, ഫായിദ, പലിശല്ല, ഫായിദ, പേര് മാറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അറിയുക എന്നുള്ളത് ഫർളായ, അത് നിർബന്ധമാണ്. അപ്പൊ അതായത് ഉദാഹരണം കൊണ്ടുവരണം. വൈദാക്കാരൻ ആദിറൻ അലൽ ഔഖാഫി ഫയജിബു അലൈഹി അൻ യതഅല്ലമ മിൻ അഹ്കാമിൽ ഔഖാഫി മാ യസ്തഈനു ബിഹി അലാ അദാഇ മുഹിമ്മത്തിഹി വഹലുമ ജറ. ലുമ ജറ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയണം. ഒരാൾ വഖഫിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ആളാണ്, അപ്പൊ അയാൾക്ക് അതിന്റെ നിയമങ്ങൾ പഠിക്കൽ നിർബന്ധമാവും. അതെങ്ങനെയാണ് അത് വിനിയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ നിയമങ്ങൾ, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം, അത് നശിച്ചാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഫർദ് ഐനാണ്, ഇത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അമ്മ ഫർദുൽ കിഫായ, എന്നാൽ ഫർദുൽ കിഫായ ഫഹുവ മാ അദാ ദാലിക മിനൽ ഉലൂമി ശർഇയ്യ, ഇതല്ലാത്തതാണ് ഫർദ് കിഫായ. ഫർദ് ഐനല്ലാത്തതാണ് ഫർദ് കിഫായ. അതായത് ഫൈന അലൽ ഉമ്മത്തിൽ ഇസ്ലാമിയ അൻ തഹ്ഫദ ദീനഹാ ബിതഅല്ലുമി അഹ്കാമി, ആ ഫർദ് കിഫായനെ സംബന്ധിച്ചും പഠിക്കണം, അതിന്റെ അഹ്കാമുകൾ പഠിക്കണം. കാരണം എന്താ? മുസ്ലിം സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കാൻ ആ ഫർദ് കിഫായ എന്താന്നുള്ളതും പഠിക്കണം. മറ്റതെന്തായാലും നിർബന്ധമാണ്. പക്ഷെ ഇതെന്ത് ചെയ്യണം? മുസ്ലിം സമൂഹത്തിന് സംരക്ഷണം കിട്ടണം. അതിനുവേണ്ടി ഈ ഫർദ് കിഫായ പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. وعلى هذا فكل طالب علم يعتبر قائما من فرض كفايه يثاب على طلبه ثواب الفريضه. അതുകൊണ്ട് എന്ത് ചെയ്യണം? തോലിബുൽ അറിവ് തേടുന്ന ആളുകൾ ഈ ഫർദ് കിഫായനെ പറ്റി അന്വേഷിക്കണം, അതിന്റെ ഇൽമ അവർ നേടണം. എന്നാൽ അവർക്ക് എന്ത് കിട്ടും? ആ ഒരു ഫർളിന്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടുക, ഒരു ഫർളിന്റെ പ്രതിഫലമാണ് കിട്ടുക. വഹാദിഹി ബുശറ സാറത്തുൻ ലിതുല്ലാബിൽ ഇൽമി അൻ യകൂനു അലാ തലബിഹിം ഖായിമീന ബിഫരീദത്തിൻ ഫറായിദില്ല. കാരണം ഇങ്ങനെ അവരതിനെ കുറിച്ച് പഠിച്ച് ആ ഫർദ് കിഫായ അവർ നിർവഹിക്കുമ്പോൾ ഒരു ഫർദ് നിർവഹിച്ചു എന്നുള്ള പ്രതിഫലം കൂടി അവർക്ക് കിട്ടും. മനസ്സിലാണ്ടല്ലോ? അപ്പൊ മയ്യത്തൊക്കെ കുളിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലാതായി പോവുക. അതിന് കൂലിക്കാരെ ഏൽപ്പിക്കുന്ന ഒരു മയ്യത്ത് കുളിപ്പിക്കൽ മാത്രമല്ല, മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകുന്നത് പോലും CIT-ക്കാരെ ഏൽപ്പിക്കേണ്ട ഒരു രീതിയിലേക്കാണ് മുസ്ലിം സമൂഹത്തിന്റെ കാര്യങ്ങൾ പോകുന്നത്. കാരണം ആൾക്കാർ ബിസിയാണ്, മയ്യത്തിന്റെ ഒപ്പം പോകാൻ ആള് വേണ്ടേ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണ്ടേ. എന്നിട്ട് ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അല്ല, ഓരോ നാട്ടിലേക്ക് ഫോൺ, കാരണം ആ നാട്ടിൽ ഏതെങ്കിലും 1-2 ആളുകൾ ഉണ്ടാവും മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നത്. എന്നിട്ട് അവരെ കാത്തിരിക്കുകയാണ്, ആളെത്തിയിട്ടില്ല, മണിക്കൂറുകളോളം. അവർ ചിലപ്പോൾ ദൂര സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ജോലിയിലായിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു മയ്യത്തിന്റെ മാത്രം ഉദാഹരണമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ മതി. മരിച്ചാൽ ആദ്യം എന്താ കാട്ടുക? അത് കുതിർന്നിട്ട് കരയാ. ആദ്യം എന്ത് ചെയ്യണം? ഒരാൾ മരിച്ചാൽ അതുപോലും അറിയാത്ത ആളുകളും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളാണ് മരിച്ചു, എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ്? അപ്പോ അത് വേറൊരു വിഷയമാണ്. അപ്പൊ ഈ ഫർദ് കിഫായനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം നടത്തും, അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും, കൂലി. കാരണം ഒരു ഫർദ് നിർവഹിച്ചു എന്നുള്ള ഒരു കൂലി നമുക്ക് കിട്ടുമല്ലോ, ആ ഒരു നിയത്തി നമുക്ക് വേണം. വബിനൽ മാലൂമി അനൽ ഖിയാമ ബിൽ ഫറായിലി, കാരണം എന്താ വെച്ചാൽ ഫർദ് നിർവഹിക്കുക എന്നുള്ളതാണ് അഹബ്ബു ഇലല്ലാഹി തആല മിനൽ ഖിയാമി ബിൻ നവാഫിലി. നവാഫിലുകൾ നിർവഹിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? ഫർളുകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇതൊന്ന് തല കുത്തനെയിട്ടുണ്ട്. കാരണം ഭയങ്കര സുന്നത്ത് നോമ്പായിരിക്കും, ഭയങ്കര തിങ്കളും 13, 14, 15 ജമാഅത്തിന് പള്ളിയിലുണ്ടാവില്ല. ഇതെന്താന്നുള്ളത് മനസ്സിലാവില്ല. എന്നിട്ട് ഈ നോമ്പ് നോൽക്കാത്ത ആളുകളോട് പുച്ഛം. ഏത് സുന്നത്ത് നോമ്പ്? നമ്മുടെ സുന്നത്ത് നോമ്പ് അതൊരു തലക്കനം. എന്നാൽ ജമാഅത്തിന് പള്ളിയിലെത്തുന്നുണ്ടോ? സുബഹിന്റെ സമയത്ത് കടന്നുറങ്ങാം, അസറിന്റെ സമയത്ത് കടന്നുറങ്ങാം. സുന്നത്ത് നോമ്പ് ഒറ്റയൊന്നും വിടില്ല. എന്നത് കുറ്റം പറയല്ല. തിങ്കൾ സുന്നത്ത്, വ്യാഴം സുന്നത്ത്, 13 സുന്നത്ത്, 14 സുന്നത്ത്, 15. സുബഹിക്ക് പള്ളിയിൽ നോക്കിയാലും കാണും, അസറിന്റെ പള്ളിയിൽ നോക്കിയാലും കാണും. അപ്പൊ അത് മറ്റൊരു വിഷയമാണ്. ഒന്ന് ഫർളാണ്, ഒന്ന് സുന്നത്താണ്. ഫർളിന്റെ കാര്യത്തിൽ കണിശത കാണിക്കണം, സുന്നത്തുകളും നമ്മൾ നിർവഹിക്കണം. ഇവിടെ പറഞ്ഞാൽ എന്താ വെച്ചാല് അള്ളാഹുവിന് നവാഫിലുകളെക്കാൾ ഇഷ്ടം
ഫറായിലുകൾ. എന്നിട്ട് ഹദീസ് പറഞ്ഞു കമാ സബത, വേറെ വിഷയമാണ്. ഈ വിഷയത്തേക്ക് വരിക. കമാ സബത ഫിൽ ഹദീസി സ്വഹീഹിൽ ഖുദ്സി, ഖുദ്സിയായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറദതു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് അടുക്കുന്നതാണ്? ഫറലായ കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അതിൽ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധിക്കണം. ഫറലായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധിക്കണം. അതോടൊപ്പം സുന്നത്തുകളും ശ്രദ്ധിക്കണം. പക്ഷെ ഫർള് നിർവഹിക്കാതെ. അത് ഈ ഒരു നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലുണ്ട്. പലതിലും നീറ്റായിരിക്കും. സ്വഭാവത്തിന്റെ കാര്യം മഹാമോശമായിരിക്കും. ആള് സലഫി തന്നെയാണ്. ഇവരോട് വർത്താനം പറയാൻ പറ്റില്ല. പാറ്റ താറ സ്വഭാവമായിരിക്കും. എന്ത് സലഫിയ? നോമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായിട്ടുള്ള ഈ ഹദീസിൽ പറഞ്ഞെന്താ? അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടം ഏതുകൊണ്ട് അടുക്കുന്നതാണ്? ഫറായിലുകൾ കൊണ്ട്. ആ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കുക. അപ്പോൾ ഒന്ന് ഫർള ഐന്, മറ്റൊന്ന് ഫർള കിഫായ. അപ്പോൾ അത് ആരെങ്കിലും ചെയ്തോളൂന്ന് കരുതിയിട്ട് എല്ലാവരും അത് പഠിക്കാതിരുന്നാൽ എന്താവും? അത് അറിയുന്ന ആളുകൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് പഠിച്ചാൽ എന്താവും? അത് അവലാക്കിയാൽ ആ ഫർളിന്റെ കൂലിയാണ് നമുക്ക് കിട്ടുക. അവിടെയുള്ള അതിന്റെ പോയിന്റ്. ആ ഫർളിന്റെ കൂലി നമുക്ക് കിട്ടും. ഫർള കിഫായാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.